ഇത്തരത്തിലുള്ള കൊക്കക്കോളയുടെ ചുവന്ന റെഫ്രിജറേറ്ററുകൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. പക്ഷെ നമ്മളിലധികം പേരും നോട്ടീസ് ചെയ്യാത്തൊരു കാര്യമാണ് കൊക്കക്കോളയുടെ മാർക്കറ്റിങ്ങിലും വിതരണത്തിലും എത്രമാത്രം വലിയൊരു ഇമ്പാക്റ്റാണ് ഈ ഒരു റെഫ്രിജറേറ്റർ ഉണ്ടാക്കിയെടുത്തതെന്ന്. ഒരു 10-15 കൊല്ലം മുമ്പ് ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും വൈദ്യുതി ലഭ്യമായിരുന്നില്ല. കൂൾ ഡ്രിങ്ക്സ് വിൽക്കുന്ന ഒരു കമ്പനി എന്ന നിലയിൽ കൊക്കക്കോള ഇന്ത്യയിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയും ഇതുതന്നെയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് കൊക്കക്കോള ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള റെഫ്രിജറേറ്ററുകൾ എത്തിക്കുന്നത്. അന്നത്തെ കാലത്ത് സോളാറിൽ പ്രവർത്തിക്കുന്നവയായിരുന്നു ഈ റെഫ്രിജറേറ്ററുകൾ. ഇതിലൂടെ കൊക്കക്കോള എന്ന കമ്പനിക്ക് ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും, അതായത് ഇന്ത്യയുടെ ഓരോ മുക്കിലും മൂലയിലും വരെ തങ്ങളുടെ പ്രൊഡക്റ്റ് എത്തിക്കാൻ സാധിച്ചു. കമ്പനിയെ സംബന്ധിച്ച് ഇതൊരു ചെലവേറിയ ഡീലായി നമുക്ക് തോന്നാം. എന്നാൽ മറ്റു ബ്രാൻഡുകൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രദേശങ്ങളിലാണ് ഇതിലൂടെ കൊക്കക്കോള തങ്ങളുടെ പ്രൊഡക്റ്റ് എത്തിച്ചത്. പ്രധാനമായും ഇതിലൂടെ 3 കാര്യങ്ങളാണ് ഇന്ത്യയിൽ സംഭവിച്ചത്. നമ്മളെപ്പോലുള്ള കസ്റ്റമേഴ്സിന് എൻജോയ് ചെയ്യാൻ ചിൽഡായ കൂൾ ഡ്രിങ്ക്സ് ലഭിച്ചു. റീറ്റെയിലേഴ്സിന് റിലയബിളായ ഒരു കൂളിംഗ് എക്യുപ്മെൻറ്റ് ലഭിച്ചു. ഇതിനെല്ലാം പുറമെ കൊക്കക്കോള എന്ന കമ്പനിക്ക് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളിലും ഒരു പ്രൈം വിസിബിലിറ്റി സ്പോട്ടും ലഭിച്ചു.